അമ്മച്ചേ താഴെ പോയാൽ ഞങ്ങളിവിടെ 15 വർഷം മുമ്പ് താമസിക്കാൻ വന്നപ്പോൾ ദേ ഇവിടെ മുറ്റത്തായിട്ട് ഒരു കപ്പളം നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ ഒരു കപ്പളങ്ങയെന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 4-5 കിലോ ഉണ്ടായിരുന്നു, നിറച്ചുണ്ടാകുമായിരുന്നു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് കുറേ നാൾ ഇവിടെ താമസിച്ചു, കുറേ കപ്പളങ്ങയൊക്കെ പറിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് താമസം മാറി ഇപ്പം നമ്മൾ 7-8 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വന്നിരിക്കുന്നത്. അന്നേരവും ആ കപ്പളമല്ല കേട്ടോ, അതിൻ്റെ ഇങ്ങനെ മക്കളിലുണ്ടായ കപ്പളം ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഒരു കപ്പളങ്ങ കിടപ്പുണ്ട്. അന്നത്തെ കപ്പളങ്ങയുടെ മുഴുപ്പും വലിപ്പമൊന്നും ഇപ്പം ഇല്ല കേട്ടോ, എങ്കിലും നമ്മളെ വിഷമിപ്പിക്കാറില്ല. അപ്പോൾ അതേ പഴുത്ത് കിടപ്പുണ്ട്, നമുക്ക് പറിക്കാം. വീഡിയോ കറക്റ്റ് കേട്ടോ അമ്മച്ചേ. ഇപ്പം താഴെ പോയാൽ ഇത് 2-3 കിലോ ഒക്കെ കാണുമായിരിക്കും. നേരത്തെ ഉണ്ടാകുന്ന ഒരു 4-5 കിലോ. ഇതിലൊക്കെ ഒരുപാട് വലുതായിരുന്നു നേരത്തെ ഉണ്ടാകുന്നു. അപ്പോൾ എന്തായാലും നമുക്കിത് ചെത്തി കഴിച്ച് നോക്കാം. നേരത്തെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ല. നമുക്ക് ചെത്താം. അപ്പോൾ നമുക്കിത് തൂക്കി നോക്കാം. ഇപ്രാവശ്യത്തെ കപ്പളങ്ങ എത്ര കിലോ ഉണ്ടെന്നുള്ളത്. 3 കിലോ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ ആദ്യം ഇതിലും വലുതായിരുന്നു അല്ലേ കേട്ടോ, ഒത്തിരി വലുതല്ലായിരുന്നു. അപ്പോൾ നമുക്കിതെടുത്ത് ചെത്തി കഴിക്കാം. മധുരം പഴയ പോലെ തന്നെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിത് ചെത്തി നോക്കാവേ എങ്ങനെ ഉണ്ടെന്നുള്ളത്. നല്ലപോലെ പഴുത്ത് കേട്ടോ. ആഹാ, കുഞ്ഞോളെ എന്നെ കൊടുക്കാനായിരുന്നു. അപ്പോൾ നമുക്ക് കപ്പളങ്ങ മുറിക്കാം. ഒരുപാട് വിത്ത് കാണാനുള്ള സാധ്യതയുണ്ട്, നമുക്ക് നോക്കാം. നന്നായിട്ട് പഴുത്തു. ഇന്നലെയെങ്കിലും എടുക്കേണ്ടതായിരുന്നു അല്ലേ. നമ്മൾ ഉദ്ദേശിച്ചത്രയൊന്നുമില്ല, എന്നാലും ഉണ്ടല്ലേ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാവേ. നല്ലപോലെ പഴുത്തു. മധുരമുണ്ട് ചേട്ടായി, മധുരമുണ്ട്. ബാ, ഓടി വാ, എല്ലാവരും ഓടി വാ. വീടേക്ക് വരുമോന്ന് അറിയത്തില്ലല്ലോ. കുഞ്ഞോള് കഞ്ഞി കുടിക്കുവാണോ? കപ്പളങ്ങ തരാനായിരുന്നു. കഴിച്ചോ? ഇത് കഴിച്ച ടേസ്റ്റ് പറ. അവന് കൊടുക്കാൻ എടുത്തതാ ഞാൻ. അപ്പൊ ചേട്ടായി കഴിച്ചോ? അവനൊരെണ്ണം കൊടുക്കാൻ ഞാൻ. കഴിക്കുമെന്നറിയത്തില്ല, പക്ഷേ വെച്ചിരുന്ന അഴുക്കായി പോവല്. അല്ല, അഴുക്കെന്നല്ല, വേറൊരു ചൊവയായി പോകാനുള്ള സാധ്യതയുണ്ട്. കൊച്ചമ്മ എന്തിയാ കൊച്ചിൻ്റെ ഇപ്പോൾ എടുക്കുവാണോ? നല്ല കണ്ടോ, നല്ലതാന്ന് പറയുമ്പോ ചുമ്മാ തന്നു. എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് നോക്കി ആക്ഷൻ കൊടുക്കും. അപ്പൊ നമുക്ക് കുഞ്ഞോൾക്കുള്ള വീതം കൊടുക്കാം. കുഞ്ഞോള് കഴിഞ്ഞ ദിവസം എനിക്ക് ചക്കപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല.